അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടിയിൽ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ഈ വർഷം ഹജ്ജിന് പോകുന്ന കുറച്ച് ഹാജിമാർ അവരോടുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയ ഒരു പ്രബുദ്ധമായ ഒരു സദസ്സായിരുന്നു. ആ സദസ്സിൽ ഹജ്ജിൻ്റെ പ്രാധാന്യം, ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജിന് യാത്രയാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഹജ്ജിന് ഏത് സമയത്താണ് നമ്മൾ പോവേണ്ടത്, ഹജ്ജും അതുപോലെ ഉംറ, സിയാറത്ത്, അതുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹജ്ജ് ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നിങ്ങളിലേക്കും എത്തിച്ചു തരുകയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ക്ലാസിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടാലോ? അല്ലാഹു തആല കബൂലാക്കട്ടെ, ആമീൻ. ഹജ്ജിന് പോകുന്നവരും പോവാൻ ആഗ്രഹിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാമത്തേത് നീയത്ത് നന്നാക്കണം. നീയത്ത് നന്നാവണം, ലക്ഷ്യം നന്നാവണം. പലപ്പോഴും പലരെയും ഹജ്ജിനായിട്ട് ഉംറയിലേക്ക്, ഹജ്ജ് ഉംറ, പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഹജ്ജും ഉംറയൊക്കെ ഒന്നാണോ? ഹജ്ജും ഉംറയും ഒന്നല്ല. ഹജ്ജ് നമുക്ക് നിർബന്ധമാണ്. ഇസ്ലാം കാര്യത്തിൽ ഹജ്ജ് നിർബന്ധമാണ്. അതുപോലെ ഉംറ, ഫർളായ ഉംറ. ഒരു മനുഷ്യന് ഈ ഹജ്ജും ഉംറയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഉംറ അത് നമുക്ക് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഏതാനും ഒരു മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഉംറ പൂർത്തിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠതയുള്ള അമലാണ് ഹജ്ജ്. ഹജ്ജാണോ ഉംറയാണോ ശ്രേഷ്ഠത കൂടുതൽ? ഹജ്ജിന് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ആദ്യം എന്തിനു പോകണം? ഒന്ന് ഉംറക്ക് പോകണം. ആദ്യം ഒന്ന് ഉംറക്ക് പോയി അവിടേക്കൊന്ന് പോയി പരിചയപ്പെട്ട് ആ ഹജ്ജ് തവാഫ് ചെയ്യുന്നത് എങ്ങനെ, സഅയ് ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജ് ഒന്നുകൂടി നമുക്ക് എളുപ്പമാകുമെന്നാണ്. ചിലപ്പോൾ അങ്ങനെയല്ല, ചിലപ്പോൾ നമുക്ക് ആദ്യം ഹജ്ജിനായിരിക്കും കിട്ടുക. അങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, അങ്ങനെ പോകുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഉംറക്ക് പോയ ആളുകളുണ്ടാകും, ചിലപ്പോൾ ഉംറക്ക് പോവാത്തവരുണ്ടാകും. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ അമീറന്മാരുണ്ടാകും. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അമീറിനോട് ചോദിക്കണം. നമ്മളൊരു സംശയം വെച്ചിട്ട് ഒരു അമൽ ചെയ്യരുത്. അമീറിനോട് തന്നെയല്ല, നമ്മുടെ കൂടെയുള്ള ആളുകൾ, ഒരുപക്ഷെ 1-2 ഹജ്ജ് ചെയ്ത ആളുകളാവാം, അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, ഇക്ക അങ്ങനെയാണോ ഇങ്ങനെയാണോ? ഇപ്പോൾ ഈ ഹജ്ജിന് പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സംഗമമാണ് ഹജ്ജ്. ആ ഹജ്ജിന് വരുന്ന ഹാജിമാരൊക്കെ എല്ലാം എഴുതി പഠിച്ച് കാണാതെ പഠിച്ച് വരുന്ന ആളുകളൊന്നുമല്ല. അവരൊക്കെ അള്ളാഹു തവക്കുലാക്കി അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പഠിക്കും. അള്ളാഹു നമുക്കൊരു പഠനം തരും. അൽ ഹജ്ജു അത്തൗഫീഖ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു തൗഫീഖാണ്. ചിലപ്പോൾ ഒന്നും അറിയില്ലായിരിക്കും. ഒരു അറബി അലിഫ് ബാഹു പോലും അറിയാത്ത ആളുകളായിരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് റാഹത്തായി ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് പ്രധാനപ്പെട്ടത് നീയത്ത് നന്നാക്കണം. എൻ്റെ അയൽവാസി എല്ലാവരും ഹജ്ജിന് പോയി, എൻ്റെ കൂട്ടുകാരന്മാർ ഹജ്ജിന് പോയി, എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ ഹജ്ജ് ചെയ്തു, എൻ്റെ അനുജൻ ഹജ്ജ് ചെയ്തു, അതിപ്പം ഞാനും ഹജ്ജ് ചെയ്യാതിരുന്നാൽ അത് നാണക്കേടാവില്ലേ എന്ന് വിചാരിച്ചായിരിക്കരുത് നമ്മൾ ഹജ്ജിന് പോവേണ്ടത്. എന്നെ ഒന്ന് ഹാജിയാരെന്ന് വിളിക്കണം. ഞാനിപ്പോൾ പള്ളിയുടെ പ്രസിഡൻ്റൊക്കെ ആയില്ലേ, അപ്പോൾ എല്ലാ പഴയ പ്രസിഡന്റുമാരെല്ലാം ഹാജിയാക്കന്മാരാണ്. ഞാൻ ഇനി എൻ്റെ പേരിൻ്റെ കൂടെ ഹാജി എന്നില്ലെങ്കിൽ അതൊരു നാണക്കേടല്ലേ എന്ന് വിചാരിച്ചായിരിക്കരുത് നമ്മൾ ഹജ്ജിന് പോവേണ്ടത്, അല്ലേ? അങ്ങനെ പോയാൽ നമ്മുടെ ഈ അധ്വാനവും എല്ലാം നഷ്ടമാകും. ഹജ്ജും ഉംറയും ആർക്ക് വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടി. അതുകൊണ്ട് നീയത്ത് പ്രധാനമാണ്. നീയത്ത് നന്നാവണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ഉപ്പമാർ, നമുക്ക് ഏകദേശം ഹജ്ജിൻ്റെ തീയതിയൊക്കെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ നിലവിൽ ആരാണ്? ഹജ്ജ് ചെയ്യുന്നവരെ പോലെയാണ്. ഹജ്ജ് ചെയ്യുന്നവരെ പോലെയാണ്. ചിലപ്പോൾ 15-ാം തീയതി തൊട്ടാണ് ഇപ്പോൾ പോക്കൊക്കെ, പ്രൈവറ്റുകാരൊക്കെ പലരും പോയി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 15-ാം തീയതി ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം ആ ഫ്ലൈറ്റിന് നമ്മൾ കയറി പരിശുദ്ധമായ കഅബയിൽ എത്തിയിട്ടല്ല നമ്മൾ ഹാജിയാകുന്നത്. നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്നും ഈ പ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ പേരുണ്ട് എന്ന് അറിഞ്ഞ സമയം മുതൽ നിങ്ങൾ ആരാണ്? ഹാജിയാണ്, ഹജ്ജുമ്മയാണ്.
അപ്പോൾ ഈ സമയത്തുള്ള പ്രവൃത്തിയൊക്കെ സൂക്ഷിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെന്നു, ബാങ്ക് വിളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചെന്നു, ഉളുവൊക്കെ എടുത്തു. അപ്പോൾ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഇനി ഇഖാമത്ത് കൊടുക്കാൻ ഒരു 10 മിനിറ്റ് കൂടിയുണ്ട്. നമ്മൾ ആരാണ്? അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഹദീസിൽ കാണാൻ അവൻ നിസ്കരിക്കുന്നവനെ പോലെയാണ്. അവൻ നിസ്കരിക്കുന്നവനെ, കാരണം അവൻ നിസ്കാരത്തെ പ്രതീക്ഷിക്കുകയാണ്. ഇനി 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ജമാഅത്ത് തുടങ്ങും, നിസ്കാരത്തിലേക്ക് പോവാം. അവൻ ആരാണ്? നിലവിൽ നിസ്കരിക്കുന്നവനെ പോലെയാണ്. ഇതുപോലെയാണ് ഹജ്ജ് നമ്മൾ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി ഡേറ്റ് എടുത്താൽ മതി, ഫ്ലൈറ്റ് കയറിയാൽ മതി, അവിടെ ചെന്നാൽ മതി, ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ ആ സമയം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ആരാണ്? നിലവിൽ ഹജ്ജിന് പോകുവാൻ ഉള്ള അവസരം കിട്ടിയെന്ന ആ ഒരു വിവരം അറിഞ്ഞതു മുതൽ നമ്മൾ ഹാജിയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്ക്, നമ്മുടെ നോട്ടം എല്ലാം സൂക്ഷിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാര് അല്ലെ, നമ്മൾ ഈ ബദരീങ്ങളുടെ പേര് പറയുമ്പോൾ നബിയിനാവ സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറിൻ വ ഉമറ വ ഉസ്മാന വ അലിയിൻ വ ത്വൽഹത്ത റളിയല്ലാഹു അൻഹു, അങ്ങനെ അവരുടെ പേര് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ നബി തങ്ങളുടെ പേര് കഴിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേരുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയും. അതുപോലെ മൂന്നാമതായി പറയുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. സത്യത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ബദർ യുദ്ധത്തിന് വേണ്ടി വന്നു, യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ, ഉസ്മാൻ തങ്ങളുടെ ഭാര്യ, നബി തങ്ങളുടെ മോളാകുന്ന റുഖിയ ബീവി റളിയല്ലാഹു അൻഹ സുഖമില്ലാതെ വീട്ടിൽ കഴിയുകയാണെന്ന് അറിഞ്ഞു. നബി തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നിലവിൽ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി വന്ന ആളാണ്, പക്ഷെ യുദ്ധം ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അദ്ദേഹം ആരായി? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയായി മാറി. ഇതുപോലെ ഹജ്ജ് നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾ ഹറം ഇപ്പൊ കണ്ടിട്ടില്ല, നിങ്ങൾ തവാഫ് ചെയ്തിട്ടില്ല, സഅയ് ചെയ്തിട്ടില്ല, അറഫയിൽ നിന്നിട്ടില്ല, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആരാണ്? ഹാജിയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈർ നൽകട്ടെ. ഞാൻ ഒരു കാര്യം പറയൂ, അതായത് ഇപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്തിന്റെ ഇടയിൽ, അതായത് പരിശുദ്ധമായ കഅബ കാണുന്നതിന്റെ ഇടയിൽ നമുക്ക് നാട്ടിൽ നിന്നും നമ്മൾ പുറപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പുറപ്പെടാതെയോ നമ്മൾ ഹറമിൽ എത്തുന്നതിന് മുമ്പെങ്ങാനും മരണപ്പെട്ടു പോയാൽ അവനും ഹാജിയാണെന്നാണ് കിതാബുകളിൽ കാണുന്നത്. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് വിശുദ്ധമായ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത് റാഹത്തായി നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹി അസ്സ വജല്ല. ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, ഉംറ ചെയ്യുന്ന ആളുകൾ അവരാരാണ്? അള്ളാഹുവിന്റെ സംഘമാണ്, അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്, അള്ളാഹുവിന്റെ അതിഥികളാണ്. അപ്പോൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ അള്ളാഹിന്റെ വിളിക്ക് ഉത്തരം നൽകി പോവുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് പൊരുത്തം ചോദിക്കലാണ്. വെറുതെ ഒരു പൊരുത്തം ചോദിക്കലാവരുത്. അവിടെ ചെന്ന് മനസ്സറിഞ്ഞങ്ങോട്ട് പറയണം. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അയാളെ തിരുത്തി. ഇപ്പോഴല്ല, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിൻ്റെ സീസൺ ആയപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ പറഞ്ഞു, ഉസ്താദ് അറിഞ്ഞില്ലേ ഇന്നാളിഞ്ഞാള് അയാൾ ഹജ്ജിന് പോവുക. ഞാൻ വീട്ടിൽ ചെന്ന് ദുആ ചെയ്തായിരുന്നു. അവനെ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പൊരുത്തം ചോദിച്ചു. ഞാൻ കൊടുത്തു ഉസ്താദെ, ഞാൻ അവന് പൊരുത്തൊന്നും കൊടുത്തില്ല. അവൻ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തൊരു വാശി വൈരാഗ്യമൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യനാണ്, ഉണ്ടാവാം. പക്ഷേ ഒരാൾ ഹജ്ജിന് പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കൽ വന്ന് അയാൾ എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും, നമുക്ക് എത്ര പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെങ്കിലും അയാൾ ചെയ്തത് എങ്കിൽ അയാൾ നമ്മളോട് പറയുന്നു, ഞാൻ ഹജ്ജിന് പോകുന്നു, എന്നോട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞാൽ പൊരുത്തം കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്നാണ്. മാത്രമല്ല പൊരുത്തം ചോദിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ചില ആൾക്കാർ ഹജ്ജ് കഴിഞ്ഞ് വരട്ടെ, അപ്പോൾ സംസം വെള്ളവും കാരൊക്കെ ആയിട്ട് പോയി കാണാം. പറ്റൂല, അങ്ങനെയല്ല. കാരണം നമ്മൾ പോയി തിരിച്ചു വരുന്നവരെ അയാൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഇനി നമ്മൾ പോയി തിരിച്ചു വരുമോ എന്നറിയില്ല. അതുകൊണ്ട് ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടോ എല്ലാവരോടും പൊരുത്തം ചോദിക്കുക. ഇനിയിപ്പോൾ നമുക്കറിയില്ല, അയാളുടെ നമ്പർ കയ്യിലുണ്ട്, അയാൾ എവിടെയാണെന്ന് നേരിട്ട് കാണാൻ പറ്റൂല എങ്കിൽ വോയിസ് വിടുക, ഒന്നും വിളിക്കുക, അല്ലെങ്കിൽ വോയിസ് വിടുക.
ഞാൻ പ്രാവശ്യം ഹജ്ജിനൊക്കെ പോവാണ്, അപ്പോൾ അന്നൊക്കെ പറഞ്ഞത് എനിക്ക് വലിയ വിഷമമുണ്ട്, അപ്പോൾ ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെട്ട് തരണം, ഞാൻ പൊരുത്തം ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രൂപത്തിൽ പൊരുത്തം, അല്ലാതെ വെറുതെ ഒരു പേരിന് പൊരുത്തം ചോദിക്കലായി മാറരുത്. ഈ കൂട്ടത്തിൽ കടങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കടക്കാരായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ അല്ലേ? നമുക്ക് കിതാബുകളിൽ കാണാം, ഒരാൾക്ക് ഒരു 5 ലക്ഷം രൂപ കയ്യിലുണ്ട്, 5 ലക്ഷം രൂപ കയ്യിലുണ്ട്, അയാൾക്കൊരു 4 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കടവുമുണ്ട്. അപ്പം ഇയാൾ എന്താ ചെയ്യേണ്ടത്? ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ആ കടം വീട്ടലാണ്. പക്ഷെ ഇയാൾക്ക് ഭയങ്കരമായ ആഗ്രഹം, എനിക്കൊന്ന് ഹജ്ജിന് പോകണം. അപ്പം എന്താ ചെയ്യേണ്ടത്? ആർക്കാണോ നമ്മൾ പൈസ കൊടുക്കാനുള്ളത് അയാളുടെ അടുക്കൽ ചെല്ലണം. എന്നിട്ട് പറയണം, എനിക്ക് ഒരു ഹജ്ജിന് പോകാൻ ഈ പ്രാവശ്യം ആഗ്രഹമുണ്ട്, അതിനുള്ള പേപ്പർ വർക്കൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഹജ്ജിന് പോയിക്കോട്ടെ, ഹജ്ജിന് പോയി വന്നിട്ട് നിങ്ങളുടെ കടം വീട്ടിയാൽ മതിയോ എന്ന് അയാളോട് അനുവാദം ചോദിക്കണമെന്നാണ്. അയാൾ പറയും, അപ്പം നിങ്ങൾ പോയിട്ട് വാ, ആൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ സാവകാശം ചെയ്യാം എന്ന് പറഞ്ഞാൽ പോകാം. കാരണം കടം ഹജ്ജ് ചിലപ്പോൾ നമുക്ക് ആ അമലുകൾ സ്വീകാര്യത കുറയാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്ത് വന്നാൽ ആദ്യം ചോദിക്കും, ഇയാൾക്ക് കടമുണ്ടോ? ഉണ്ട് എങ്കിൽ ഓടിപ്പോയി വീട്ടിയിട്ട് വാ, എന്നിട്ട് വേണം മയ്യത്ത് നിസ്കരിക്കാൻ. അപ്പൊ അത് ഏത് കർമ്മവും, ഇപ്പോൾ നമ്മുടെ നിസ്കാരം, നോമ്പ്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലാഹു തആല സ്വീകരിക്കും. പക്ഷേ നമുക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാനുള്ള മാർഗം തുറന്നു കിട്ടാൻ അള്ളാഹിനോട് ദുആരക്കണം. മാത്രമല്ല, എപ്പോഴാണോ പൈസ വരുന്നത് അപ്പം തന്നെ നമ്മൾ കടം വീട്ടിയിരിക്കണം. പ്രത്യേകിച്ച് ഹജ്ജിന്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഹക്കിടപാടുകളും തീർത്തിട്ട് വേണം ഹജ്ജിന് പോവാനെന്നാണ്. എല്ലാ ഹക്കിടപാടുകളും പറയേണ്ടവരോടൊക്കെ പറഞ്ഞ്, പൊരുത്തം ചോദിക്കേണ്ടവരോടൊക്കെ പൊരുത്തം ചോദിച്ച്, ഇനി ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ ചെല്ലണം. എന്നിട്ട് പറയണം, എടോ ഞാൻ പൈസ തരാനില്ലേ, ഒരു 3000 രൂപ. ആ തരാണ്ടത് എന്താ തരാത്തെ? ഞാൻ ഈ പ്രാവശ്യം ഹജ്ജിന് പോവാണ്, ഞാൻ ഹജ്ജിന് പോയി വന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തന്നേക്കാം. തരണോട്ടോ? ഞാൻ തരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ അയാളോട് പറഞ്ഞ് പൊരുത്തപ്പെട്ടിപ്പിച്ച് വേണം പോവാൻ. അല്ലാതെ ആരോടും പറയാതെ ഒളിച്ചു പോകുന്ന ഒരു പരിപാടിയല്ല ഹജ്ജ് എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടപാടുകളൊക്കെ തീർത്തിട്ട് വേണം പോവാൻ. ചില പറയും, ഞാൻ നിനക്കൊരു 3000 രൂപ തരാനില്ലേ, അത് വന്നിട്ട് ശരിയാക്കാം. അങ്ങനെ ഏതോ ടൂറിന് പോകണമല്ല, ഇത് ടൂറ് പോവല്ല, ഇതെല്ലാം മുടക്കി പോവുകയാണ്. ഇപ്പോഴല്ല, ഒരു 10-40 വർഷമൊക്കെ മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ അവരൊക്കെ കപ്പലിനാണ് പോകുന്നത്. ഇവിടുന്ന് ട്രെയിൻ കയറി നേരെ ബോംബെയിലേക്ക് പോയി അവിടെ നിന്ന് കപ്പലിന് പോകുന്ന എൻ്റെ വാപ്പാടെ വാപ്പയൊക്കെ പറയുന്നു, അവരൊക്കെ മരിച്ചു, അല്ലാഹു തആല മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. പറയുന്നുണ്ട്, അന്ന് ഒരു 3-4 പേര് കൂടിയാ പോയത്, 7-8 ആളുകൾ കൂടിയാ പോയത്. തിരിച്ചു വന്നത് 3 ആളുകളാണ്, നമ്മുടെ വല്ലുപ്പയും പിന്നെ വേറെ 2 ആളുകളും. ബാക്കി എല്ലാവരും മരണപ്പെട്ടു. എങ്ങനെ? കപ്പലിനാ പോകുന്നത്. ആ കപ്പലിൻ്റെ അവസ്ഥയൊക്കെ കാടി ഉലഞ്ഞ് പോയി കപ്പലിൽ വെച്ച് മരണപ്പെട്ടു. മാസങ്ങൾ യാത്ര ചെയ്യണം. അപ്പൊ കപ്പലിൽ വെച്ച് മരണപ്പെട്ടു. മയ്യത്തിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് നടക്കാൻ പറ്റില്ല, കാരണം ജീർണിച്ചു പോകും. അതുകൊണ്ട് വലിയ കല്ലുകൾ കപ്പലിൽ ഉണ്ടാകും, വലിയ കല്ലുകൾ ഉണ്ടാകും കപ്പലിൽ. അങ്ങനെ കല്ലുമായി ആ മൃതദേഹം, ആ മയ്യത്ത് കൂട്ടിക്കെട്ടിയിട്ട് മയ്യത്തൊക്കെ നിസ്കരിച്ച് അവരെന്ത് ചെയ്യും? കടലിലേക്ക് താഴ്ത്തും. അങ്ങനെ 3-4 മയ്യത്തുകൾ കപ്പലിൽ തന്നെ വെച്ച് അവർ നിസ്കരിച്ചു എന്നൊക്കെ ഇങ്ങനെ വല്ലുപ്പ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഈ കാലത്ത് അങ്ങനെയൊന്നുമില്ല അല്ലേ? 4 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ ആയിക്കോട്ടെ, നമുക്കതുകൊണ്ട് എത്താൻ പറ്റും. പറഞ്ഞു വന്നത്, ഇടപാടുകൾ തീർത്തിട്ട് പോവുക. പോയിട്ട് വന്നിട്ട് ശരിയാക്കാം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം എന്ന് പറയുന്നൊരു ശൈലി നമുക്ക് ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ ആരാണ്? അള്ളാഹുവിന്റെ അതിഥികളാണ്. നിങ്ങളിപ്പോ ആരാ? അള്ളാഹിന്റെ അതിഥികളാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രാവശ്യത്തെ ഇപ്പോഴത്തേക്ക് ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. ഇപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ അതിഥികളാണ്. നിലവിൽ കഅബ കണ്ടിട്ടില്ല, നിങ്ങൾ മക്കയിൽ ചെന്നിട്ടില്ല, എന്നാലും നിങ്ങൾ ആരാണ്? അള്ളാഹുവിന്റെ അതിഥികളാണ്, ഹാജിമാരാണ്, ഹജ്ജുമ്മമാരാണ്. നിങ്ങളുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. ഇൻ സഅലൂഹു അഅതാഹും, നിങ്ങൾ എന്തല്ലാഹുവോട് ചോദിച്ചാലും അള്ളാഹു തരും. പിന്നെയോ വയസ്തഗ്ഫറൂഹു ഗുഫിറ ലഹും, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു തആല പാപം പുറത്തു തരുമെന്നാണ്. ലോകത്തിലെ ദുആക്ക് ഉത്തരം കിട്ടുന്ന 15 സ്ഥലങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള സ്ഥലമാണ് മക്ക. ദുആക്ക് ഉത്തരം കിട്ടുന്ന 15 സ്ഥലങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള സ്ഥലമാണ് മക്ക എന്നുള്ളത് അല്ലേ? അത് എവിടെയൊക്കെയാ? പരിശുദ്ധമായ കഅബ. ആ കഅബ കാണുന്ന സമയത്തുള്ള ദുആ, ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. ആ കഅബ കാണുന്ന സമയത്തുള്ള ദുആ അത് വലിയ തരത്തിലുള്ള ദുആയാണ്, വലിയ പെർഫെക്റ്റ് ആയ ദുആയാണ്. ഏറ്റവും കൂടുതൽ അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള ആ അടിമ, എൻ്റെ കഅബ, എൻ്റെ ഗേഹം
ലോകത്തിലെ ആദ്യത്തെ എൻ്റെ ഗേഹം, എൻ്റെ പള്ളി, എൻ്റെ വീട്, അത് എൻ്റെ അടിമ കണ്ണുകൊണ്ട് കാണുമ്പോൾ അള്ളാഹു അവൻ്റെ മുഖത്തേക്ക് നോക്കുമെന്നാണ്. എന്താണ് അവൻ്റെ ഫീലിംഗ് എന്ന് അള്ളാഹ് നോക്കും. ഇതേ എന്ന സംഭവം വല്ല പൊക്കൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ഒരു ലാഘവത്തോടു കൂടിയാണെങ്കിൽ ഇവനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഇവൻ്റെ ഹജ്ജുമില്ലോ ഒന്നുമില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചാലോ. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സ്വാഭാവികം വന്നു പോകും. ആ കവി ഇങ്ങനെ കാണുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്, പറഞ്ഞാൽ അറിയില്ല. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ സാബു മൂപ്പരുമായിട്ട് നല്ല പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു. പൊറോട്ട മുട്ടക്കറി അതിൻ്റെ ടേസ്റ്റ് വലിയ ടേസ്റ്റാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് ഏത് കടയെന്നാ, അത് വലിയ സെറ്റപ്പൊന്നുമില്ല എന്ന് നിങ്ങൾക്കത് ഊഹിക്കാൻ പറ്റും. പക്ഷേ എനിക്കത് രുചിയായി തോന്നി. അത് ഓരോ ആളുകൾക്കുള്ള ടേസ്റ്റാണ്. ഇതുപോലെ ഓരോ ആളുകൾക്കും വിശുദ്ധമായ കഅബ കാണുമ്പോൾ പല ടേസ്റ്റുകളാണ്. ചില ആളുകൾ പൊട്ടിക്കറിഞ്ഞ് അല്ലാ എന്നൊക്കെ പറയും. എൻ്റെ കൂടെ ഞങ്ങൾ ഉംറക്ക് പോയ സമയത്ത് ഒരു ഇക്ക ഉണ്ടായിരുന്നു, ഒരു വലിയ പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഈ കൂലിത്തൊഴിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ റൂമിൽ നിന്നിറങ്ങി ഇഹ്റാം വസ്ത്രമൊക്കെ ധരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ അമീറിൻ്റെ പുറകെ ഇങ്ങനെ പോകും, തല ഇങ്ങനെ താഴ്ത്തിയാണ് പോവുക. അങ്ങനെ പോയി ഒരു ലിഫ്റ്റ് ഇതുണ്ട്, എക്സലേറ്റർ ഉണ്ട്, അതിലൂടെ ഇങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ പറയും എല്ലാവരും തല ഇങ്ങനെ താഴ്ത്തി വെച്ചോ. അന്നിങ്ങനെ പോയി പിന്നെ നമ്മൾ മത്താഫ് ആ തോവാഫ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ഇനി കണ്ണു തുറന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അത് വല്ലാത്ത ഫീലിംഗ് ആണ്. അല്ലാഹു തആല ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ എല്ലാവരും ചോദിക്കും അപ്പം എന്താ ചെയ്യേണ്ട ദുആ? ഒരുപാട് ഏത് ദുആയും ചെയ്യാം, നമുക്ക് ഏത് ദുആയും ചെയ്യാം. പല ഉസ്താദുമാരും പല ദുആയും പറയും, പല ദിക്റുകളുണ്ട്, പല തസ്ബീഹുകളൊക്കെ ഉണ്ട്. നമ്മുടെ മനസ്സിൽ വരുന്ന ഏതൊക്കെ ദുആയുണ്ട് അതൊക്കെ പറയാം. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ദ്വാരക്കേണ്ട ഒരു ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാം ഉണ്ട് അതിനകത്ത്. ദുന്യാവും ആഖിറവും ഖബറും മഹ്ശറയും നമ്മുടെ പൈസയും നമ്മുടെ കുടുംബവും നമ്മുടെ കച്ചവടവും എല്ലാം അത് ആ ദുആയിലുണ്ട്. ഒന്ന് പറഞ്ഞേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആ അറിയാലോ? അത് അറിയാത്തവരുണ്ട്, അപ്പോൾ മനപ്പാടമാക്കിക്കോ. വല്ലാത്തൊരു ദുആയാണ്. അത് കഴിഞ്ഞിട്ട് ദ്വാരക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ ദ്വാരക്കണം? അല്ലാഹുവേ, ഞാൻ ഇനി ചെയ്യുന്ന എൻ്റെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണേന്ന് ഒരൊറ്റ ദുആ. പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അല്ലാഹുവേ, ഞാൻ ഇനി ചെയ്യുന്ന എൻ്റെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണേ. അല്ലാഹുവേ, ഇതെൻ്റെ അവസാനത്തെ ഹജ്ജാക്കല്ലേ, ഇതെൻ്റെ അവസാനത്തെ കഅബ കാണലാക്കല്ലേ. ആദ്യം തന്നെ പഠിച്ചോനെ ആ ഫ്ലാറ്റ് വാങ്ങാൻ, അവിടുത്തെ സ്ഥലം വാങ്ങാൻ കാക്കനാണ് ഞാൻ പൈസ ടോക്കൺ കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കണേ. അതൊന്നും അല്ല ദ്വാരക്കൻ. ദുന്യാവ് അപ്പോൾ ഒന്നും പറയരുത്. ദുന്യാവല്ല നമുക്കവിടെ വേണ്ടത്, ആഖിറമാ വേണ്ടത്. ഒന്ന് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അത് നമുക്ക് പറയാം. ഏതൊക്കെ ദുആ, ഒരുപാട് ദുആയുണ്ട്, ഏത് ദുആ വേണമെങ്കിലും പറയാം. പക്ഷെ ഇതൊക്കെ വളരെയധികം നമ്മൾ ഓർത്തിരിക്കേണ്ട ദുആ. അല്ലാഹ്, എൻ്റെ ഇനിയുള്ള ദുആ നീ എല്ലാം സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഏത് ദുആ ചെയ്താലും അല്ലാഹു തആല കബൂലാക്കും. ഇതെൻ്റെ അവസാനത്തെ വരവാക്കല്ലേ അല്ലാഹ്, ഇനിയും എനിക്ക് കഅബ കാണാൻ വരണം, നാട്ടിലേക്ക് പോയാലും ഇനി എനിക്ക് വരണം, അതിനുള്ള തൗഫീക്ക് തരണേ. പിന്നെ എൻ്റെ ആഖിബത്ത് നന്നാക്കണേ, എൻ്റെ അമലുകൾ സ്വീകരിക്കണേ, എൻ്റെ ദുന്യാവും ആഖിറവും വിജയിപ്പിക്കണേ. ഏത് ദുആയും നമുക്ക് ചെയ്യാം. മൻ ഖറജ മിൻ ബൈതിഹി ഹജ്ജൻ ഔ മുഅ്തമിറ. ഒരാൾ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി തൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു, എന്നിട്ടോ ഫമാത, അവൻ മരണപ്പെട്ടു. ഒരു അറബി മാസിക 7-8 വർഷം മുമ്പ് ഞാൻ വായിച്ച ഒരു അറബി മാസികയിൽ വന്നൊരു വാർത്ത. എന്താ അറബി മാസികയിൽ? അതായത് ആ വർഷത്തെ ഹജ്ജിന് വേണ്ടി ആദ്യത്തെ ഫ്ലൈറ്റ് വിശുദ്ധമായ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി. ആദ്യത്തെ ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൽ ഒരു ഉമ്മ, വയസ്സായ ഒരു ഉമ്മ, ആ വർഷത്തെ ഹജ്ജിന് വേണ്ടി ആദ്യത്തെ ഫ്ലൈറ്റിൽ വന്ന ആ ഉമ്മ, അവര് എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി, അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞു. അവരിങ്ങനെ ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ തൻ്റെ ലഗേജുകൾ അതിങ്ങനെ ഉന്തിക്കൊണ്ട് തള്ളിക്കൊണ്ട് വന്നു. ബസ്സിലേക്ക് കയറ്റാൻ വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് അവര് വിശുദ്ധമായ കിബില എവിടെയാണെന്ന് കൂടെയുള്ളവരോട് ചോദിച്ചു. അവര് ഫോൺ നോക്കുക, എവിടെയാണ് ഇങ്ങനെ കിബില.
അവരങ്ങോട്ട് തിരിഞ്ഞു വന്നു, അല്ലാഹു അക്ബർ കൈകെട്ടി നേരെ സുജൂദിലേക്ക് പോയി, അവിടെ അങ്ങോട്ട് മരണപ്പെട്ടു. കൂടുതലുള്ള ആളുകൾ ഭയങ്കര പേടിച്ചുപോയി. കുറേ ആളുകൾ പറഞ്ഞു, അയ്യോ ഇവരെന്ത് നിർഭാഗ്യയാണ്, കാരണം ഹജ്ജിനായി വന്നവരാണ്, എന്നിട്ട് കഅബ കാണാതെ മരിച്ചല്ലോ, അയ്യോ വലിയ കഷ്ടമായി എന്നൊക്കെ പല ചർച്ചകളായി. അവിടെ ഇവർ ഭാഗ്യം കെട്ടവരാണെന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ അവിടെ നമുക്ക് പറയാനുള്ളത് ഹജ്ജിന് വരുന്ന ആളുകൾ, ഹജ്ജിന് പോകുന്ന ആളുകൾ മൂന്ന് രൂപത്തിലാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ മൂന്ന് രൂപത്തിലാണ്. അതായത് വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു എന്ത്? വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബിയോട് അള്ളാഹു തആല പറയുകയാണ്, നിങ്ങൾ വിളിക്കുക നബിയെ, കേൾപ്പിക്കുന്നവൻ ഞാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇങ്ങനെ ഹജ്ജിന് വേണ്ടി വിളിക്കുകയാണ് ജനങ്ങളെ. ആ സമയത്ത് ഇബ്രാഹിം നബിയോടൊപ്പം തന്നെ രണ്ട് ആളുകൾ കൂടി വേറെ ജനങ്ങളെ വിളിച്ചു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി ജനങ്ങൾ വിളിച്ചു. ആ രൂപത്തിൽ അപ്പം തന്നെ വേറെ രണ്ട് ആളുകൾ ഇബ്രാഹിം നബിയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിന്നിട്ട് ജനങ്ങളെ ഹജ്ജിനായി ക്ഷണിച്ചു എന്നാണ്. വലതുഭാഗത്തുണ്ടായിരുന്നത് മഹാനായ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇടതുഭാഗത്തുണ്ടായിരുന്നത് ശപിക്കപ്പെട്ട പിശാച് ശൈത്വാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹജ്ജിന്റെ വിളിയാളം, ആ വിളിയാളം കേട്ട ആളുകൾ അവര് നല്ല രൂപത്തിൽ ഹലാലായ പൈസ കൊണ്ട് നല്ല രൂപത്തിൽ ഹജ്ജിന് പോകും, ഹജ്ജെല്ലാം റാഹത്തായി നിർവഹിക്കും, എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരും, എന്നിട്ടോ നല്ല ജീവിതം നയിക്കുന്നവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളി കേട്ട് ഹജ്ജിന് പോകുന്ന ഹാജിമാർ, ഹജ്ജുമ്മമാർ. രണ്ടാമത് വിളിച്ചതാരാ? മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാൻ. അസ്രായീൽ എന്ന മലക്കിന്റെ വിളി കേട്ടിട്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ അവർ ഒന്നുകിൽ വീട്ടിൽ നിന്നും ഹജ്ജിനായിട്ട് ഇറങ്ങുമ്പോ, അല്ലെങ്കിൽ പരിശുദ്ധമായ ആ ഹജ്ജിന്റെ കർമ്മത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ഹജ്ജിന്റെ കർമ്മം പൂർത്തീകരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു പോകും. അങ്ങനെയുള്ള ആളുകളാണ്. മൂന്നാമത്തേതോ ശൈത്വാന്റെ വിളി കേട്ട് പോകുന്നവരാണ്. അവരോ ഹജ്ജിന് പോകും. ഹറാമായ പൈസ കൊണ്ട്, പലിശക്കെടുത്ത പൈസ കൊണ്ടായിരിക്കാം പോകുന്നത്, അല്ലെങ്കിൽ പറ്റിച്ച വഞ്ചിച്ച പൈസ കൊണ്ടായിരിക്കും ഹജ്ജിന് പോകുന്നത്. അവരവിടെ ഹജ്ജൊക്കെ ചെയ്യും, എന്നിട്ട് നാട്ടിലേക്ക് വന്ന് വലിയ വീരവാദം, ഞങ്ങൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി, ഞാൻ അത്ര ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. എന്നിട്ടോ പഴയതിനേക്കാൾ വീണ്ടും മോശമായ ജീവിതം നയിക്കും. ഈ മൂന്ന് വിഭാഗം ആളുകളെ പറ്റി കിതാബിൽ കാണാം. ആദ്യത്തെ രണ്ട് ആളുകളുടെ ഹജ്ജ് അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുന്നതാണ്. ആരുടെയൊക്കെ? ഇബ്രാഹിം നബിയുടെയും മഹാനായ അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും. അപ്പൊ ആ ഗണത്തിലാണ് ഈ ഉമ്മ പെട്ടത്. നമ്മുടെ നാട്ടിൽ നിന്നും എത്രയോ ആളുകൾ അല്ലെ, കഴിഞ്ഞ വർഷം തന്നെ എൻ്റെ നാട്ടിൽ ഹജ്ജിനായിട്ട് പോവാൻ എല്ലാ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച ഒരു ഉമ്മ അവർ മരണപ്പെട്ടു. ഹജ്ജിന് പോകുന്നതിൻ്റെ മുമ്പ് വലിയൊരു അസുഖം വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUവിൽ കയറ്റി, അതിൽ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ കയറ്റി സീരിയസ് ആയി അവർ മരണപ്പെട്ടു പോയി. അവർക്കും അല്ലാഹു തആല ഹജ്ജിൻ്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ നിലവിൽ ഹാജിമാരാണ്, നിങ്ങളുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് ദുആ ചെയ്തോണം. എന്ത്? പടച്ചവനെ, ഹജ്ജിനായി കിട്ടിയിട്ടുണ്ട്, നിന്റെ അതിഥികളായി ഞങ്ങൾ വരികയാണ്, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ എന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല ഖൈറായ നിലയിൽ അവിടെ എത്താനും, അവിടെ എല്ലാ കർമ്മങ്ങളും റാഹത്തായി, മനസ്സിന് റാഹത്തായി ചെയ്യാനും അല്ലാഹുവേ തൗഫീക്ക് തരണേ എന്ന് ഇപ്പോഴേ നമ്മൾ ദുആ ചെയ്യണം. ഇനി ഹജ്ജിന് പോകുമ്പോൾ സന്തോഷത്തോടെ ഹജ്ജിന് പോകണം. പല ആളുകൾക്ക് ഇപ്പോഴും ദുഃഖം, അയ്യോ ഈ 30 ദിവസം 40 ദിവസം കെട്ടിയോളെ വിട്ട് നിൽക്കണ്ടേ, മക്കളെ വിട്ട് നിൽക്കണ്ടേ, കച്ചവടം ആര് നോക്കും, ഭായിമാരാണ് കടയിലുള്ള, അവന്മാരെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ, ഇപ്പോഴും ഭയങ്കര ടെൻഷനാണ്. ഒരിക്കലും ദുഃഖത്തിൽ പോകരുത്, സങ്കടത്തിൽ ഹജ്ജിന് പോകരുത്. സങ്കടപ്പെട്ട് ദുഃഖപ്പെട്ട് പ്രയാസപ്പെട്ട് പകുതി മനസ്സോടെ ഈ വർഷം കിട്ടണ്ടായിരുന്നു, അടുത്ത വർഷമെങ്കിലും കിട്ടിയെങ്കിൽ ഒന്നൊന്ന് സെറ്റായി, ഇത് പെട്ടെന്ന് കിട്ടിയോണ്ടേ ഒരു അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ എന്താ അവരൊക്കെ പറയുക. എത്രയോ ആളുകൾ ആഗ്രഹിച്ച് കിട്ടാത്ത ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് തന്നില്ലേ, അതുകൊണ്ട് എല്ലാം ഈ നമ്മൾ നിസ്കരിക്കാൻ കൈ കിട്ടുമ്പോൾ എങ്ങനെയാ അല്ലേ, അല്ലാഹു അക്ബർ കൈ കിട്ടൂലേ. അതായത് പടച്ചോനെ, ഇതുവരെയുള്ള എല്ലാ ദുന്യാവിൻ്റെ എല്ലാ ചിന്തകളും ഞാനിതാ പുറം കൈ കൊണ്ട് തട്ടുന്നു, പുറകിലേക്ക് ഇടുന്നു. അല്ലാഹ് നീ മാത്രം എനിക്ക് മതി. അതാണ് നിസ്കാരത്തിൽ ആ കൈ കെട്ടുക. അല്ല വെറുതെ ഒരു കൈ ആട്ടാതിരിക്കാൻ വേണ്ടി കെട്ടിവെക്കുന്നതല്ല നിസ്കാരത്തിൽ കൈ കെട്ടുക എന്ന് പറഞ്ഞാൽ. പുറകിലേക്ക് തള്ളുന്നു, എല്ലാം ദുന്യാവ് മുഴുവനും അല്ലാ നീ മാത്രം മതി. അപ്പം തവക്കുലാക്കി പോവുക.
അല്ലേ? തവക്കുലാക്കി പോവുക. അള്ളാഹുവിൻ്റെ വഫ്ദാണ് നിങ്ങൾ, അള്ളാഹുവിൻ്റെ സംഘമാണ്, അള്ളാഹുവിൻ്റെ സംഘമാണ്. കഅബ, വിശുദ്ധമായ കഅബയുടെ പരിസരത്ത് എല്ലാ ദിവസവും 120 റഹ്മത്തുകൾ ഇറങ്ങുമെന്നാണ്. 120 റഹ്മത്തുകൾ, അനുഗ്രഹങ്ങൾ ഇറങ്ങും. പിന്നെ 60 മിന ത്വായിഫീൻ, അതിൽ 60 എണ്ണം തവാഫ് ചെയ്യുന്നവർക്കാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ചെല്ലുമ്പോൾ ഉടൻ തന്നെ ഹജ്ജിൻ്റെ പ്രവർത്തനത്തിലേക്കല്ല, അത് ദുൽഹിജ്ജ മാസത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ, ആ ദിവസങ്ങളിലാണ്, അതായത് ദുൽഹിജ്ജ 8, 9, 10 ദിവസങ്ങളിലൊക്കെയാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു പ്രവൃത്തികൾ നടക്കുന്നത്. ഈ കൂട്ടത്തിൽ മദീനയിലേക്ക് പോകുന്നവരാണോ അതോ നേരെ മക്കത്തേക്കാണോ? നേരെ മക്കത്തിലേക്ക് അല്ലേ? നേരെ മക്കയിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഹജ്ജല്ല, നിങ്ങൾക്ക് ഉംറ ചെയ്യാം. അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ ഹറമുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് പരമാവധി ഹറമിൽ തന്നെ പോയി നിസ്കരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഹോട്ടലും റൂമൊക്കെ ദൂരെയാണെങ്കിൽ പിന്നെ പലരും ചെയ്യാറുള്ളത് ലുഹറിന് പോകുന്നു, പിന്നെ അസർ കഴിഞ്ഞ് വരുന്നു, അങ്ങനെയൊക്കെ പല ഷെഡ്യൂളുകളായിട്ടൊക്കെ പോവാം. അതെന്താണ് നിങ്ങളുടെ സൗകര്യം വെച്ച് ചെയ്യുക. എപ്പോൾ പോയാലും നിസ്കരിച്ച് മാത്രം പോരരുത്. എന്ത് ചെയ്യണം? തവാഫ് കൂടി ചെയ്യണം. തവാഫ് കൂടി ചെയ്യണം. അത് വലിയ പുണ്യമാണ്, വലിയ പുണ്യമാണ്. നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകും അല്ലേ? നിസ്കരിക്കാൻ പോകുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. തഹിയ്യത്ത് നിസ്കാരം എന്ന് പറയും. പള്ളി കയറിയ ഉടൻ തന്നെ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാണിക്ക വെക്കുക എന്നാണ്. ഒരാളെ കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ, അതിഥിയായി നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കൂലേ? അല്ലെങ്കിൽ രാജാവിനെ കാണാൻ പോകുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു കാണിക്ക കൊടുക്കും. പണ്ടൊക്കെ കാണിക്ക കൊടുക്കും, എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കും. ഇതുപോലെ അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇതുപോലെ പരിശുദ്ധമായ ഹറമിൽ ചെന്നാൽ നമുക്ക് അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള സമ്മാനം അത് തവാഫാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. കാലുവേദനയാണ്, മടിയാ, ഉറക്കം, അതൊക്കെ വെച്ചിട്ട് ഒരിക്കലും, അതൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? തവാഫ് ചെയ്യാതിരിക്കരുത്. നമ്മൾ ഒരിക്കലും സുഖിക്കാൻ പോകുന്ന ആളുകളല്ല. നിങ്ങളൊക്കെ മനസ്സിലുണ്ട് നല്ല ത്യാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെറുതെ വയസ്സന്മാരാകുന്ന സമയത്തേക്കുള്ള ഒരു ഇബാദത്തായിട്ട് ഒരിക്കലും ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല ഹജ്ജിനെ. പോയ ആളുകൾ തന്നെ എത്രയോ പ്രാവശ്യം, ഉസ്താദേ നിങ്ങൾ എപ്പോൾ പ്രസംഗിക്കാൻ പോയാലും ഏത് ഹജ്ജ് ക്ലാസ്സിന് പോയാലും ആദ്യം പറയേണ്ടത് അവിടുത്തെ യുവാക്കളെ പിടിച്ചിരുത്തിയിട്ടാവണം. എന്ത്? മക്കളെ ഇപ്പം വേണമെങ്കിൽ പോയിക്കോ. കാരണം ഒരു പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ജോയിൻറ്റുകൾക്ക്, ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ ഉപ്പമാരും ഉമ്മമാരൊക്കെ എന്താ വലിയ ആരോഗ്യമായിരുന്നു. പക്ഷേ ഇന്നൊക്കെയോ നമുക്ക് വലിയ, നമ്മുടെ ഭക്ഷണക്രമം, നമ്മുടെ കാലാവസ്ഥയൊക്കെ കൊണ്ട് പലപ്പോഴും നമുക്ക് അസ്വസ്ഥതകൾ, രോഗങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത്, ആ യുവത്വമുള്ള സമയത്ത് പോകാൻ പറ്റിയാൽ ഏറ്റവും ഹൈറാണ്. എന്ന് വെച്ചാൽ വയസ്സന്മാർക്ക് പോകാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് എപ്പോഴാണെങ്കിലും പോകണം, എപ്പോഴാണെങ്കിലും പോകാൻ ഏറ്റവും നല്ല സമയം അത് യുവത്വത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ഇരിക്കുന്ന ഉമ്മമാർ, വാപ്പമാർ, അവർ എന്ത് ചെയ്യുക? നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മക്കളെ ഹജ്ജിന് വിടാനുള്ള, അല്ലെങ്കിൽ മരുമക്കളെ ഹജ്ജിന് വിടാനുള്ള ഒരു സന്നദ്ധ പ്രകടിപ്പിക്കണം. അവരോടൊന്ന് പറയുകയെങ്കിലും ചെയ്യണം, ഒന്ന് പറയുകയെങ്കിലും ചെയ്യണം. കാരണം ഹജ്ജ് ചെയ്താൽ ലാ ഫഖ്റ എന്ന, പിന്നെ ദാരിദ്ര്യം പേടിക്കേണ്ട, ഒന്നുമില്ലാത്ത അവസ്ഥ പടച്ചോൻ തരൂല. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ പിടിവള്ളിയായിട്ട് അല്ലാഹു തആല തരുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ തവാഫ് ചെയ്യുക. അള്ളാഹുവിന്റെ 120 റഹ്മത്തുകളിൽ 60 എണ്ണം തവാഫ് ചെയ്യുന്നവർക്കാണ്. ബാക്കി അതിൽപ്പെട്ട 40 എണ്ണം അവിടെ നിസ്കരിക്കുന്നവർക്കാണ്. നമുക്ക് മത്താഫിൽ തന്നെ, അതായത് ഈ വട്ടം കറങ്ങൂലേ, നമ്മൾ തവാഫ് ചെയ്യൂലേ, ആ തവാഫ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് മത്താഫ്. ആ മത്താഫില് നമ്മൾ എന്താ പറ്റുമെങ്കിൽ അവിടെ നമ്മൾ നിസ്കരിക്കുക. ഇല്ലെങ്കിൽ ആ ഹറമിൻ്റെ പള്ളികൾ വിശാലമായ പള്ളിയുണ്ട്. എവിടെ നിസ്കരിച്ചാലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് 40 എണ്ണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെയോ വെറുതെ കാബ ഇങ്ങനെ നോക്കിയിരിക്കുക. നമുക്ക് ഏകദേശം അവിടെ പള്ളിയിൽ ഇരിക്കുമ്പോൾ 1-ാം നിലയാണെങ്കിലും 2-ാം നിലയാണെങ്കിലും കാബ കാണാൻ പറ്റും. അപ്പോൾ കാബ കാണാൻ പറ്റുന്ന സ്ഥലത്ത് പോയി വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക. പരിശുദ്ധമായ കാബ, ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരും സ്പർശിച്ച ഗേഹമാണ് കാബ. നമുക്ക് എത്ര പ്രവാചകന്മാരുടെ പേരറിയാം? ആദം നബി, ഇദ്രീസ് നബി, നൂഹ് നബി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാരുണ്ട്. എല്ലാവരും സ്പർശിച്ച, എല്ലാവരും ചുംബിച്ച ഹജറുൽ അസ്വദ് ഉൾപ്പെടെയുള്ള ആ വിശാലമായ ആ കഅബ,
ആ കഅബ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക, അല്ലെ? കഅബ നോക്കിയാൽ പുണ്യമാണ്. നമ്മുടെ ഉമ്മച്ചിയുടെ മുഖത്തേക്ക് വെറുതെ ഇങ്ങനെ നോക്കിയാൽ അതിനും പ്രതിഫലമാണ്. അതുപോലെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് ഇങ്ങനെ തുറന്നു നോക്കിയാൽ അതിനും പ്രതിഫലമാണ്. അപ്പോൾ വിശുദ്ധമായ കഅബ കാണാൻ വേണ്ടി നിങ്ങൾ പോവുകയാണ്. അപ്പോൾ ഹജ്ജ് എന്താവണം? മഖ്ബൂലാവണം, മബ്റൂറാവണം. എന്താണ് മഖ്ബൂൽ, എന്താണ് മബ്റൂർ? നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ, അല്ലെ, ഹജ്ജ് ഉംറയൊക്കെ മഖ്ബൂലും മബ്റൂറും ആവാൻ ദുആ ചെയ്യണേ. എന്താണ് മഖ്ബൂൽ, എന്താണ് മബ്റൂർ എന്ന് അറിയുണ്ടാവില്ല പലർക്കും. കേട്ടോ, എന്താണെന്ന് പഠിച്ചോ. ഹജ്ജ് മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ യാത്രയുടെ മാനദണ്ഡങ്ങൾ ശരിയാക്കലാണ്, പാലിക്കലാണ്. അതിലൊന്നാമത്തേത് ഹലാലായ പൈസ കൊണ്ടാവണം ഹജ്ജിന് പോവേണ്ടത്. ലോട്ടറി പൈസ കൊണ്ടോ, ലോട്ടറി അടിച്ച പൈസ കൊണ്ടോ, പലിശക്കെടുത്ത പൈസ കൊണ്ടോ, പറ്റിച്ച് ചതിച്ച് പിടിച്ചു പറിച്ച് കൊള്ളലാഭം ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഹജ്ജിന് പോയിട്ട് ഒരു കാര്യമില്ല. വെറുതെ വീട്ടിരുന്നാൽ മതി, ഒരു കാര്യവുമില്ല. ഹജ്ജിന് ഉംറക്ക് പോകുന്നവർ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ, നിങ്ങൾ 15-ാം തീയതി 18-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി എപ്പോഴാണോ പോകുന്നത്, ആ ടൈമിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, യൻസിലുൽ മലായികത്തു ഇലസ്സമാ, നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരും. എന്നിട്ടോ ഫയഫ്റഹൂന ഫയർഫഊന അസ്വാതഹും, അവരുടെ ശബ്ദം അവർ ഇങ്ങനെ ഉയർത്തും. മലക്കുകൾ ഇങ്ങനെ ഉറക്കെ പറയും, ലബ്ബൈക വസഅദൈക, സ്വാഗതം സ്വാഗതം, വാ, അള്ളാഹുവിന്റെ ഉത്തരം നിങ്ങൾ, അള്ളാഹു താല നിങ്ങൾക്ക് ഉത്തരം തന്നിരിക്കുന്നു, അള്ളാഹു താല നിങ്ങളുടെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു. ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ പറയും, നിങ്ങളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. കാരണം ഹജ്ജുക മഖ്ബൂൽ. കാരണം എന്താ ഹജ്ജ് സ്വീകരിക്കാനുള്ള കാരണം? മൽബസുക ഹലാൽ വമത്അമുക ഹലാൽ വമശ്റബുക ഹലാൽ ലബ്ബൈക വസഅദൈക, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണ്, നിങ്ങളുടെ വസ്ത്രം ഹലാലാണ്, നിങ്ങളുടെ വെള്ളം ഹലാലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ മാനദണ്ഡം ഹജ്ജിന് പോകുന്ന പൈസ അത് പ്യുവർ ഹലാലായിരിക്കണം. രണ്ടാമത്തത്, ഇനി ഹലാൽ അല്ലെങ്കിലോ, ഹലാലല്ല, പലിശ പൈസ കൊണ്ടാ ഹജ്ജിന് പോകുന്നതെങ്കിലോ, ഹജ്ജിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മലക്കുകൾ വന്നിട്ട് പോകും. എന്തിനാ പോകുന്നത്? എന്തിനാ വെറുതെ ആരോഗ്യം കളയുന്നത്? ലാ ലബ്ബൈക വലാ സഅദൈക, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഉത്തരവും അല്ലാഹു തആല നൽകുന്നില്ല. കാരണം നിങ്ങളുടെ വസ്ത്രം ഹറാമാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. പലിശ പൈസ എടുത്തിട്ടല്ലേ, അല്ലേ? അതുപോലെ ലോട്ടറി പൈസ അല്ലേ, കൊള്ളലാഭം കൊണ്ടല്ലേ ഈ തിന്നുന്നത് കുടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു വേണ്ട, നിങ്ങൾക്ക് അല്ലാഹു തആല അതിന് ഉത്തരം നൽകുന്നില്ല എന്ന് മലക്കുകൾ പറയുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, ആമീൻ. ഇനി മബ്റൂർ ആവണം. എന്താ മബ്റൂർ എന്ന് പറഞ്ഞാൽ? ഗുണമുള്ള ഹജ്ജ് ആവണം. നമ്മളൊക്കെ പോകുന്നു, ഹജ്ജിന് വേണ്ടി പോകുന്നു, എല്ലാ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. 1-2 ദിവസമൊന്നും കുഴപ്പമില്ല. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് പഴയ ആ ഇബ്ലീസ് അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഹാലങ്ങോട്ട് മാറും. ഒരിക്കലും ഉണ്ടാവരുത്, അല്ലേ? നിസ്കാരം കറക്റ്റ് ആവണം, നിസ്കാരം കറക്റ്റ് ആവണം. പിന്നെ ഹലാലും ഹറാമും സൂക്ഷിക്കണം. വിനയം വേണം, ക്ഷമ വേണം, അഹങ്കാരം പാടില്ല, പഴയ തെറ്റുകൾ ആവർത്തിക്കാനും പാടില്ല. എങ്കിൽ ഹജ്ജ് മഖ്ബൂലാകും, പിന്നെ മബ്റൂറുമാകും. പിന്നെയോ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ശാരീരികമായ മാനസികമായ ശുദ്ധി വേണം. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള ഏതെങ്കിലും ഒരു ദിവസം, ഇന്ന് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു ദിവസം വിശുദ്ധമായ തഹജ്ജുദിന് വേണ്ടി നിങ്ങളൊക്കെ എഴുന്നേൽക്കുന്നവരാണ്. തഹജ്ജുദ് നിസ്കാരം നിങ്ങൾ തുടങ്ങിയവരാണ്, നിങ്ങൾ നിസ്കരിക്കുന്നവരാണെന്ന് അറിയാം. എന്നാൽ ഒന്ന് പറയട്ടെ, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കണം. എന്നിട്ട് തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് റാഹത്തായി നിസ്കരിക്കുക. എന്നിട്ട് ഒരുപാട് ഇസ്തിഗ്ഫാർ പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഇസ്തിഗ്ഫാർ ഒരുപാട് വട്ടം പറയുക. അത് കഴിഞ്ഞ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇനി ഇന്ന് മുതൽ വേണമെങ്കിൽ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, എപ്പോഴാണോ ഹജ്ജിന് പോകുന്നത് അതിനു മുമ്പ്, കിതാബിലൊക്കെ കാണാം അതിനു മുമ്പ്. കാരണം നമ്മൾ പോകുന്നത് വെറുതെ ഒരു നിസ്സാരമായ സ്ഥലത്തേക്കല്ല, അള്ളാഹുവിൻ്റെ അതിഥികളായി പോവുക. അപ്പോൾ അത് പോകുന്നതിൻ്റെ ഇനി ദിവസങ്ങളുണ്ടല്ലോ, 1-2 ആഴ്ച, ഒരാഴ്ചയുണ്ട്, ചിലപ്പോൾ ചില ആളുകൾക്ക് 2 ആഴ്ച ഉണ്ടാകും, 3 ആഴ്ച ഉണ്ടാകും, എന്തുമായിക്കൊള്ളട്ടെ. പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം, നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസം സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുക. 2 റക്അത്ത് തഹജ്ജുദ് നിങ്ങൾ നിസ്കരിക്കുന്നവരാണെന്ന് അറിയാം. എന്നാലും പറയട്ടെ, 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം വുളു എടുത്ത് നല്ല റാഹത്തായി നിസ്കരിക്കുക.
അത് വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി, പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കണമെന്നില്ല. പള്ളിയിൽ നിസ്കരിച്ചാലും കുഴപ്പമില്ല. പുരുഷന്മാർ നല്ല രൂപത്തിൽ നിസ്കരിക്കുക. എന്നിട്ട് 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇസ്തിഗ്ഫാർ പറയുക. അപ്പോൾ ഇസ്തിഗ്ഫാർ, ഈ 100 ഇസ്തിഗ്ഫാർ പറയുമ്പോൾ നിങ്ങൾ പ്രായപൂർത്തിയായത് മുതൽ, വകതിരിവ് വെച്ചത് മുതൽ, അന്ന് മുതൽ പടച്ചവനെ ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മോഷണം നടത്തിയിട്ടുണ്ട്, ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഹറാമ് കണ്ടിട്ടുണ്ട്, ഹറാമ് ചെയ്തിട്ടുണ്ട്, ഹറാമ് പറഞ്ഞിട്ടുണ്ട്, ഹറാമിലേക്ക് പോയിട്ടുണ്ട്. അതെല്ലാം മനസ്സിൽ വരണം. അതൊക്കെ മനസ്സിൽ വന്നിട്ട് അല്ലാഹ് പൊറുത്തു തരണേ റബ്ബേ. ഹജ്ജിന് അവിടെ ചെന്നിട്ട് കഅബയിൽ ചെന്നിട്ടല്ല പാപം പൊറുപ്പിക്കേണ്ടത്. ഹജ്ജിന് പോകുമ്പോൾ പാപം പൊറുക്കപ്പെട്ടവരായിട്ട് വേണം പോവാൻ. അങ്ങനെയാണ്. അല്ല അവിടെ ചെന്നിട്ട് തൗബ ചെയ്യാം, അങ്ങനെയല്ല. ഇവിടെ തൊട്ടേ തൗബ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ 100 ഇസ്തിഗ്ഫാർ പറയുക. എന്നിട്ടോ അപ്പോൾ ഈ മനസ്സിൽ ഇങ്ങനെ വരണം, ചെയ്തു പോയ അബദ്ധങ്ങൾ, തെറ്റുകളൊക്കെ മനസ്സിൽ വന്നിട്ട് അല്ലാഹ് പൊറുത്തു തരണേ എന്ന് മനസ്സിൽ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് 100 വട്ടം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഹജ്ജിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് എൻ്റെ കഴിവല്ല, നിന്റെ കഴിവാണ്. പടച്ചോൻ നിന്റെ കഴിവാണ്. ഞാൻ ഹജ്ജിനായി ഹറമ് കണ്ടിട്ടില്ല, മക്കയിൽ ചെന്നിട്ടില്ല, തവാഫ് ചെയ്തിട്ടില്ല. എനിക്ക് അവിടെ ചെല്ലണം, തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, അറഫയിൽ പോകണം, മുസ്ദലിഫയിൽ കല്ലെറിയണം. അല്ലാഹുവേ, എനിക്ക് എല്ലാ ജംറകളിൽ കല്ലെറിയണം, മുസ്ദലിഫയിൽ പോകണം, അതുപോലെ മിനയിൽ രാപ്പാർക്കണം, എല്ലാം എനിക്ക് ചെയ്യണം. അതിനൊക്കെ നിന്റെ കഴിവ് എനിക്ക് വേണം. നിന്റെ കഴിവ് കൊണ്ടാണ് അതൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നും 100 വട്ടം പറഞ്ഞിട്ട് കരഞ്ഞ് നമ്മൾ ദുആരക്കണം. കരഞ്ഞ് നമ്മൾ ദുആരക്കണം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹുക്ക് ഇഷ്ടം ആരെയാണ്? തൗബ ചെയ്യുന്നവരെ. അപ്പോൾ അല്ലാഹുക്ക് ഇഷ്ടമുള്ള ആളുകളായിട്ട് വേണം അല്ലാഹുവിൻ്റെ ഭവനത്തെ നമ്മൾ കാണാൻ വേണ്ടി പോവേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, അസൂയ, അഹങ്കാരം, കുശുമ്പ്, പിണക്കം, പക, ഡെമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വെച്ചിട്ട്, പള്ളിയുടെ പ്രസിഡന്റാണ് അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറാണ്, അതൊക്കെ ഇവിടെ, അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം ഫ്ലൈറ്റ് കയറാൻ. അവിടെ ചെന്നാൽ എല്ലാവരും സമമാണ്. ചിലപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് ചിലപ്പോൾ ഖത്തറിൻ്റെ പ്രതിരോധ മന്ത്രിയാവാം. ഉദാഹരണം പറ, ഇപ്പുറത്ത് നിൽക്കുന്നത് സുഡാനിലെ മന്ത്രിയാവാം. ചിലപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് സൗദിയിലെ ഏറ്റവും ഉന്നതമായ ഉദ്യോഗസ്ഥ. എല്ലാവരും അവിടെ ഒന്നാണ്. ആർക്കും സ്പെഷ്യൽ പരിഗണനയൊന്നുമില്ല, എല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ പവറൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം പോവാൻ. അവിടെ ചെന്നിട്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ കേട്ടോ, അപ്പം അങ്ങനെ എല്ലാ പവറും ഇവിടെ വെച്ചിട്ട് വേണം പോവാൻ. പിന്നെയോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ട് പോവുക. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ ഞങ്ങൾ പൊരുത്തമൊക്കെ ചോദിക്കും. ഞാൻ ഒരാളോട് പിണങ്ങിയിട്ടുണ്ട്, ഞാൻ അയാളോട് ചെന്ന് പൊരുത്തമൊക്കെ ചോദിച്ചേടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണേ, ഒന്ന് മനസ്സിൽ വെക്കരുത്, ഒന്ന് പോടോ എന്ന് പറഞ്ഞ് നമ്മളെ ആട്ടി ഓടിച്ചാൽ നമ്മൾ അതിന് ഉത്തരവാദിയല്ല. അത് അവനും അല്ലാഹുവും തമ്മിൽ നോക്കും. നമ്മൾ അതിൽ വിഷമിക്കേണ്ട, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുക, പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ ഫോണിൽ വിളിക്കുക. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അവൻ കട്ടാക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ 1-2 പ്രാവശ്യം വിളിച്ചേക്കണം. എന്നിട്ട് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. ആരെങ്കിലും പൊരുത്തം ചോദിച്ചാൽ, നമ്മളോട് ആരെങ്കിലും പൊരുത്തം ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ ആരോടെങ്കിലും പൊരുത്തം ചോദിച്ച് നമുക്ക് പൊരുത്തം നിനക്ക് ഞാൻ പൊരുത്തം തരൂലടാ എന്നൊക്കെ പറഞ്ഞാൽ അത് വിട്ടേക്കുക. അത് അയാളും പടച്ചോനും നമ്മൾ നോക്കിക്കോളും. അൽഹംദുലില്ലാ, ഇന്നത്തെ ഹജ്ജ് ക്ലാസിൻ്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടു അല്ലെ? ആ പ്രഭാഷണം കേട്ടു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹജ്ജിന് പോകുന്ന ഹാജിമാർ, ഈ വർഷം ആരൊക്കെ ഹജ്ജിന് പോകുന്നു എല്ലാവർക്കും അല്ലാഹു താല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. പലരുടെയും ഹജ്ജ് പ്രാവശ്യം മുടങ്ങിപ്പോയി. അല്ലാഹു താല അവർക്കൊക്കെ പകരമായി വേഗത്തിൽ തന്നെ വരുന്ന വർഷങ്ങളിൽ തന്നെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അവർക്കും നമുക്കും അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് എപ്പോഴും ദുആയുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.